DAWF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണാ സമരം നടത്തി. അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ തൊഴിൽ നിയമത്തില് കാർഷിക മേഖലയുടെ സമയമാകുമ്പോ 60 ദിവസം അവർ തൊഴിൽ ചെയ്യണ്ട, അവരെന്നാ ചെയ്യണം, കണ്ടെത്തി പോകണം. അല്ലാത്ത ദിവസം പണിയാൻ പോകണമെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള മെഷീനറി ഉപയോഗിച്ചുള്ള പണിയാണ് അവർക്ക് പറഞ്ഞേക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കൈയില്ല. ഞാൻ എങ്ങനെ ഒരു കത്രി എടുത്ത് തേയിലയുടെ മണ്ട കിട്ടും? റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Celebrating 25 years of excellence in education, Trinity Garden Public School, Vandiperiyar. The only CBSE school in Pyramid Taluk, offering a future-ready curriculum with AI and robotics, spacious classrooms, well-equipped laboratories, dedicated teachers, and extensive sports facility, including school bus facility in our campus. Admission open for the academic year 2026-27, where learning shapes the future. Enroll your child today at Trinity Garden Public School, Vandiperiyar. കേന്ദ്ര ബഡ്ജറ്റിൽ ഭിന്നശേഷിക്കാരെ അവഗണിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ഭിന്നശേഷി പെൻഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കുക. 16 വർഷം മുൻപ് അനുവദിച്ച 300 രൂപയാണ് ഇപ്പോഴും നൽകുന്നത്. ഇതിൽ മാറ്റം വരുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ DAWF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് SK ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു. PK ഗോപിനാഥൻ സ്വാഗതം ആശംസിച്ച ധർണാ സമരം നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് G വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അവഗണന സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നവർ വലതുപക്ഷ എംപിമാരോടൊപ്പം ശബ്ദമുയർത്തുന്നതിന് പാർലമെന്റിലെ വലതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ BJPയുടെ എംപിമാരും തന്നെ തയ്യാറായില്ല. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി TS ചാക്കോ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ K ചന്ദ്രൻ, PV പോൾ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ സുരേഷ് എന്നിവർ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. നിരവധിയായ പ്രവർത്തകരാണ് ധർണാ സമരത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.